ഹായ്, ഇന്ന് കൊട്ടിയൂർ അമ്പലം വരെ പോവാണ്. അപ്പോൾ ഇന്ന് 23 ജൂലൈ, നാളെ ക്ലോസ് ആവും. ജെൻസിന് മാത്രമേ പ്രവേശനമുള്ളൂ. അപ്പം ഒന്ന് പോയിട്ട് വരാം. കഴിഞ്ഞ ആഴ്ച പോകണമെന്നുണ്ടായിരുന്നു, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം പോകാൻ പറ്റിയില്ല. 600 രൂപയും കൊണ്ടാണ് യാത്ര. കൊട്ടിയൂർ എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടിക്കാലത്തെല്ലാം എന്താ പറയുക, തിരക്കൊന്നും ഇല്ലാതെ വേഗം പോയി വന്നുകൊണ്ടിരുന്നൊരു അമ്പലമായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി രണ്ട് വർഷമായിട്ട് ഭയങ്കര തിരക്കും ആളും ബഹളമൊക്കെയാണ്. അപ്പം നമുക്ക് നാട്ടുകാർക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തൊക്കെയോ പുതിയ റൂൾസും റെസ്ട്രിക്ഷൻസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പോകാൻ തന്നെ വലിയൊരു താല്പര്യമില്ലാത്ത പോലെയായിരുന്നു ഈ തിരക്കിനിടയിൽ. കാരണം അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് അവിടുത്തെ. തിരക്കിനിടയിൽ പോയിട്ട് ഇങ്ങനെ കാണാൻ പറ്റുമെന്നും ഒരു രസം ഉണ്ടാവില്ല. അവിടെ ഒന്നും എന്താ പറയുക, ആ ഒരു പീസ്ഫുൾ ഏരിയ ആയ സ്ഥലം അത്. അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി, ബസ് വെയിറ്റ് ചെയ്തിരിക്കും അവിടെ. അങ്ങനെ കൊട്ടിയൂരെത്തി ഇങ്ങോട്ടേക്ക് നടന്നുകൊടുക്കുകയാണ്. ഏറ്റവും നല്ലൊരു അവസരമാണ്. ഇതിന്റെ ഗുണവും ശക്തിയും വീര്യവും ഒന്ന് സ്മെൽ ചെയ്താൽ നിങ്ങൾക്ക് അറിയുവാൻ വേദനക്കാരുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഇവിടെ ഒരുപാട് ഇന്നേഴ്സൊക്കെ ഇട്ടിട്ട് അതൊക്കെ ക്ലീൻ ചെയ്തു. എല്ലാവരും ടീംസ് ക്ലീൻ ചെയ്തു. ഇതാണ് പുഴ, ബാവലിപ്പുഴ. ഒരു തിരക്കുമില്ല, ഫുള്ള് കാലി എന്ന് ഫുള്ള് കാലി. ഇതാണ് ബാവലിപ്പുഴ. അങ്ങനെ മെയിൻ എൻട്രൻസ് എത്തി. തിരക്കൊന്നുമില്ല, ആരുമില്ല, കാലിയാണ്. നല്ല എന്താ പറയുക, ശാന്തമായിട്ടിരുന്ന് കാണാം. വെള്ളത്തിന് ഒഴുക്കൊക്കെ കുറവാണ്, വെള്ളമൊക്കെ കുറവാണ്. അധികം വലിയ ആളെ തിരക്കൊന്നുമില്ല. നോർമല് എന്താ പറയുക, കാലിയാണ്. പിന്നെ ആണുങ്ങളൊക്കെ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും. നാളെ കൊണ്ട് കഴിയും, ഏകദേശം പൂജയൊക്കെ കഴിയും. അമ്പലത്തിൻ്റെ ആ ഒരു എന്താ പറയുക, പ്രദക്ഷിണത്തിൻ്റെ സ്ഥലത്ത് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല.
പക്ഷെ അമ്പലം ഇപ്പോൾ ഒരുപാട് മാറി. പിന്നെ എന്താ പറയുക, ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നടപ്പന്തലുണ്ടാക്കി, വഴിയോര പാതയുണ്ടാക്കി. അതുപോലെ തന്നെ പ്രദക്ഷിണം വെക്കുന്നിടത്ത് ഫുള്ളും മറ്റേ ടൈല് പാകിയിട്ടുണ്ട്. ഇനിയിപ്പം വരും വർഷങ്ങളിൽ കുറച്ചും കൂടി ഡെവലപ്മെൻ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ എന്തൊക്കെ ആക്കി കൊണ്ടിരിക്കുകയാണ്. ഷെഡൊക്കെ അതുപോലെ അങ്ങോട്ടുള്ള ഷെഡുണ്ട്. അങ്ങനെ ഒരു പായസം വാങ്ങി. 100 രൂപയാണ് ഇതിൻ്റെ വില. ഈ പായസം, നെയ്പായസം. അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞു. മര്യാദയ്ക്ക് പോകാൻ പറ്റി. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഇപ്പോഴും കർണാടകത്തിൽ നിന്ന് ഒരുപാട് സ്ത്രീകൾ വരുന്നുണ്ട്, ഒന്നും അറിയാതെ. അതൊക്കെ ഒരുപാട് വെളിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്ത് ചെയ്യാനാണ്. ഇപ്പം ഈ കണ്ണൂരിന് വെളിയിലുള്ള ജെൻസിനൊക്കെ ഏറ്റവും നല്ല കാര്യം ഇതാണ്. അപ്പോൾ സ്ത്രീ പ്രവേശനം കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 ദിവസത്തോളം അമ്പലം ഇവിടെ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ജെൻസിന് വന്നാൽ നല്ല വൃത്തിക്ക് തൊഴുത് വൃത്തിയെല്ലാം അറ്റ്മോസ്ഫിയർ കണ്ടിട്ട് പോകും. നല്ലാത്ത വർഷം നല്ല റഷായിരിക്കും. ഒന്നിനും മര്യാദ സാധിക്കത്തില്ല. കാണാനോ എന്താ പറയുക, അത് ചെയ്യാനൊന്നും കഴിയത്തില്ല. ഒരു പായസം മാത്രം വാങ്ങി. ഇതിന്റെ ഗുണത്തെപ്പറ്റി മനസ്സിലാക്കാൻ